സ്കൂൾ തുറന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും തങ്ങളുടെ ദുരിതം മാറാതെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഏതു നിമിഷവും നിലം പൊത്താവുന്ന രീതിയിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിലാണ്. സ്കൂൾ തുറക്കും മുമ്പേ അറ്റകുറ്റപ്പണി നടത്തിയ 5 ക്ലാസ് മുറികളുള്ള കെട്ടിടമാണ് വിദ്യാർത്ഥികൾക്ക് ഭീതി സൃഷ്ടിച്ചിരിക്കുന്നത്. താമരശ്ശേരി കോരങ്ങാട് GLP സ്കൂളിന്റെ കെട്ടിടമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് SSAയുടെ മേജർ ഫണ്ട് ഉപയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്തിയ കെട്ടിടമാണ് നിലം പൊത്താറായ അവസ്ഥയിലായിരിക്കുന്നത്. മേൽക്കൂര ചിതലരിച്ച് നശിച്ചതിനാൽ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പേ മാറ്റിസ്ഥാപിക്കാനായിരുന്നു നേരത്തെ പദ്ധതിയിട്ടിരുന്നത്. അറ്റകുറ്റപ്പണി നടത്താൻ ആദ്യം കോൺട്രാക്ടർക്ക് കരാർ നൽകിയെങ്കിലും പിന്നീട് PTA ഇടപെട്ട് നേരിട്ട് നടത്തുകയായിരുന്നു. മേൽക്കൂരയുടെ ഉയരം വർദ്ധിപ്പിച്ച് നെറ്റ് സ്ഥാപിക്കാനും പദ്ധതിയുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, പൊളിച്ചു നീക്കിയ മേൽക്കൂര പഴയ മരങ്ങൾ തന്നെ ഉപയോഗിച്ച് വീണ്ടും പണിയുകയായിരുന്നു. 3,88,000 രൂപയാണ് SSA ഇതിനായി അനുവദിച്ചത്. എന്നാൽ പേരിന് മാത്രമുള്ള പ്രവൃത്തികൾ നടത്തി പണം കൈക്കലാക്കുകയാണ് PTA ചെയ്തതെന്ന് നാട്ടുകാർ ആരോപിച്ചു. റിപ്പയറിംഗ് നടത്തി എന്നാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നത്. പക്ഷെ ഇന്ന് ഏതൊരാൾക്കും ഇവിടെ വന്ന് നോക്കി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വർക്കുകളും ഇവിടെ നടന്നിട്ടില്ല. മിക്കയിടങ്ങളിലും പൊട്ടലുകളും വിള്ളലുകളും സംഭവിച്ചതിനാൽ ചെറിയ പട്ടികകൾ ഉപയോഗിച്ച് താങ്ങി നിർത്തിയിരിക്കുകയാണ്. അതേസമയം പ്രവൃത്തിയിലെ അപാകത പുറത്തറിയിക്കാതിരിക്കാനായി ക്ലാസ് മുറികളിൽ തൂണുകൾ സ്ഥാപിക്കാനുള്ള അധികൃതരുടെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. ഏതു നിമിഷവും നിലംപൊത്താറായിരിക്കുന്ന കെട്ടിടത്തിൽ പഠനം തുടരാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. നിർമ്മാണത്തിൽ കൃത്രിമത്വം കാണിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ടെക്നിക്കൽ എഞ്ചിനീയർ വന്ന് ഇതിന് അനുമതി തരാത്ത പക്ഷം അവിടെ ക്ലാസ് തുടങ്ങാൻ നാളെ മുതൽ തിങ്കളാഴ്ച മുതൽ അനുവദിക്കുന്നതല്ല. PTA അനാസ്ഥയും കെടുകാര്യസ്ഥയും മൂലം കുട്ടികൾ അപകടഭീതിയോടെയാണ് ഓരോ ദിനവും ഈ സ്കൂളിൽ പഠിക്കാനെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.